പറയന്മാട് ഉന്നതിയിൽ വീണ്ടും കാട്ടാന. ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ കരുവാരകുണ്ടിലെ പറയന്മാട് SD ഉന്നതിയിൽ നിന്ന് 4 ആദിവാസി കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന 2 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ രാത്രി വൈകിയും പ്രദേശത്ത് വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായതോടെയാണ് വനം RRT സംഘം അടിയന്തരമായി സ്ഥലത്തെത്തുകയും 4 കുടുംബങ്ങളെയും നെല്ലിക്കല്ലടി നഗറിലേക്ക് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തത്. ഉന്നതിയിലെ കുടുംബങ്ങളുടെ ആശങ്കയകറ്റാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തി. ഉന്നതിയിലെ കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 2 മാസത്തിനകം തന്നെ ഇവിടെ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ്, ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഉൾപ്പെട്ട സന്ദർശന സംഘം ഉറപ്പു നൽകി. യാത്ര പ്രയാസകരമായ SD ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സംഘം ഏറെ പ്രയാസപ്പെട്ടിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ വൈൽഡ് വിൽസ് കൂട്ടായ്മ 3 ഓഫ് റോഡ് ജീപ്പുകളുമായി എത്തിയാണ് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പറയന്മാട്ടിലേക്ക് കൊണ്ടുപോയത്. ഇനിയും ഏത് അടിയന്തര സാഹചര്യത്തിലും തങ്ങളുടെ സേവനം ഉണ്ടാകുമെന്ന് വൈൽഡ് വീൽസ് പ്രവർത്തകർ അറിയിച്ചു. സമയോചിതമായ ഇടപെടൽ നടത്തിയ വൈൽഡ് വീൽസ് കൂട്ടായ്മയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക നന്ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ഷബീർ അലി അറിയിച്ചു. ഫെൻസിംഗ് ഉൾപ്പെടെ ഉന്നതിയിലെ ആദിവാസികളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കുമെന്നും വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെയുള്ള അധികൃതർ ഉറപ്പു നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V. ഷബീർ അലി, ഫസീല K, വാർഡ് മെമ്പർമാരായ സോണി ജോഷി, സ്മിത അനിൽകുമാർ, മുംതാസ്, ഷമീന, സുനീറ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ, ജൂനിയർ സൂപ്രണ്ട് ബിന്ദുരാജ് എന്നിവർക്ക് പുറമെ ഫോറസ്റ്റ്, പോലീസ്, വില്ലേജ് ഉദ്യോഗസ്ഥരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. പറയന്മാട് SD നഗറിൽ ഇന്നലെ ആന ഇറങ്ങി 3 വീടിന് കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീതിയോടെയാണ് ഇവരിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്തും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വില്ലേജുകാരും എല്ലാവരും ഇവിടെ സ്ഥലത്തെത്തി. ഞങ്ങളിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ അമ്മമാരും സഹോദരന്മാരും ആശങ്കയോടെയാണ് ഞങ്ങളുടെ പലതും പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക എന്നുള്ളത് തന്നെ ഒരു സാഹസികമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങള് എങ്ങനെ ഇങ്ങോട്ട് എത്തുമെന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റാഫി, നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ഗ്രൂപ്പ് നിലമ്പൂർ താലൂക്ക് തലത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ റാഫിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ റാഫി എന്നോട് പറഞ്ഞത് 10 മിനിറ്റിനകം നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അങ്ങോട്ട് യാത്രക്ക് എത്ര പേരുണ്ടെങ്കിലും അത്രയും വാഹനങ്ങൾ ഞങ്ങൾ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ സാധിച്ചത്. അതിന് പ്രത്യേകം അവരെ ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ വന്നപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ, ആനയും കടുവയും പുലിയും കുരങ്ങുകളും എല്ലാം ഈ ഭാഗത്ത് യഥേഷ്ടം വിളയാടുക. അതുകൊണ്ട് അതിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ ഫെൻസിംഗ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ ഫെൻസിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായി വന്നപ്പോൾ ഇതിന്റെ SDOനെ ബന്ധപ്പെടുകയും SDO മധുസാർ വളരെ പോസിറ്റീവായിട്ട് ഈ സമീപനത്തോട് പോസിറ്റീവായി സമീപനം പുലർത്തുകയും തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് ബോർഡ് തീരുമാനവും നൽകിക്കൊണ്ട് 2 മാസത്തിനകം ഫെൻസിംഗ് പൂർത്തീകരിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വലിയൊരു പ്രതീക്ഷയാണ്. ഈ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ആയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും സഹായവും പൊതുജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈ നഗർ ഒന്നൊന്ന് കാണേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം എന്താണ് എന്ന് ഇവരിലൂടെ നമുക്ക് കുറെ പഠിച്ചെടുക്കാനുണ്ട്. നമുക്ക് കമ്പി എന്തെങ്കിലും കെട്ടിക്കാണ്ടേ അത് കമ്പിയിൽ കെട്ടിക്കാണ്ട് നമുക്ക് ഇറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാർഗമില്ല. ഞങ്ങൾ ആദിവാസികളായിട്ട് ഇപ്പൊ ആനനെ കൊണ്ടും പുലിനെ കൊണ്ടും ഒരു തൊഴിലില്ല. രാത്രിയായി ഉറക്കളില്ല, ഊടില്ല. സാറെ ഒരു എളുപ്പം ഒരുക്കി തരണം, ഇവിടെ എളുപ്പം സഹായിച്ചു തരണം. ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്തിനാ നമുക്ക് കമ്പി വീതിയൊക്കെ കണ്ടിട്ട് ആവശ്യമോ? ഉള്ള കാലം വരെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. എളുപ്പമില്ലാത്ത ആൾക്കാർ, മുതല് പുട്ട ആൾക്കാർ നമ്മളെ നോക്കി തരേണ്ട കടമ നിങ്ങളെടുത്താണ്. എന്നെ മറന്നു പോകരുത്, തെറ്റിപ്പോകരുത്. എളുപ്പം സഹായിച്ചു തരുന്ന സാറേ, അത് നിങ്ങളോടാ പറയുന്നത്.
ആനനെ കൊണ്ട് ചെയ്തില്ല, കിടക്കാനും ഉറങ്ങാനും ഒരു സുഖമില്ല. എന്താ ഞാൻ ചെയ്യണ്ടേ, എന്താ കാട്ടണ്ടേ? ഈ കടി പുറത്തിറങ്ങാൻ പോതില്ല ചിറ്റം തന്നെ. അന്ന് അവര് പറഞ്ഞു വീട് താഴ്ത്തി കയറ്റി കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാറ്റടി ഒറ്റനും ഇവിടെ മറിച്ച് പോയതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ മറച്ച് വെച്ചതാണ്, അതുകൊണ്ട് പോകാൻ വൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വീടാ അങ്ങനെ തായോട് വേണ്ടെന്ന് പറഞ്ഞു അവരോട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട് ഇവിടെ കെട്ടിച്ചു ഉണ്ടാക്കി തന്നു സാറ്, എൻ്റെ സാറ്. അങ്ങനെയൊക്കെ ഞാൻ ഇത്ര നിങ്ങളോട് കാര്യം പറയുന്നതായി എളുപ്പമാണ്. ഉടനെ വേണം, സഹായിച്ചു തരണം. വീടുകളിലാണ് ഇന്നലെ ആന കാട്ടാന വന്നിട്ടുള്ളത്. ഇവരെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കൊമ്പനാന അതുപോലെ വേറെയും ആനകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ജീവിതം വളരെ പ്രയാസകരമാണ്. ഇപ്പോൾ ഒരു വീടിന്റെ മുന്നിലുണ്ടായിരുന്ന ഷെഡും മറ്റൊരു വീടിന്റെ അടുക്കള ഭാഗമൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭീതിയിലാണ്. HDP വകുപ്പുമായിട്ട് ആലോചിച്ച്, പഞ്ചായത്തൊക്കെ ആലോചിച്ച് അടിയന്തരമായിട്ട് ഫെൻസിങ് നടത്തണമെന്നാണ് ഇവർ പറയുന്നത്. അതിനെയാണ് ഇവിടെ പ്രായോഗികമായിട്ട് നടക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ട് അടിയന്തരമായിട്ട് ചെയ്യുന്നതാണ്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫുകളാണ്. അപ്പോൾ ഇന്നലെ ആന ഇറങ്ങിയെന്നൊരു വിവരം ലഭിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കി. ഇന്നലെ പ്രത്യേകിച്ച് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പരിഹാരം ബന്ധപ്പെട്ട അധികൃതർ സംസാരിച്ചിട്ട് ഉടനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. ഇന്ന് രാവിലെയാണ് ഇവരെ വിളിച്ചിട്ട് രാത്രിയിൽ ആന ഇറങ്ങി ഇവിടെ വീടുകളൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ പഞ്ചായത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ വില്ലേജ്, ഫോറസ്റ്റ് ഓഫീസർ, പോലീസുകാർ, വൈൽഡ് ആൻഡ് ഹിൽസ് അവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ സഹകരിച്ചു. എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കും. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു അവസ്ഥകളും ഇവിടുത്തെ ദയനീയതയൊക്കെ മനസ്സിലായത്. എന്തായാലും ഇനി ഞങ്ങൾ ഇവരെ കാണാനും വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് വരാൻ, നമ്മുടെ ടൗൺ ഏരിയയിൽ അങ്ങനെയൊന്നും വരാനുള്ളൊരു മനസ്സ് അങ്ങനെ കാണിക്കൂല. കാരണം ഇവർക്ക് ഇങ്ങനെ ഇവിടെ ജീവിച്ച് വളർന്നുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർക്ക് ഇവരെ ദൈവങ്ങളൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയണേ. ഇവർ ദൈവങ്ങളായി കണക്കാക്കണമെന്ന് ഇങ്ങനെ വരുന്ന മനുഷ്യനൊക്കെയാണ് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അടിയന്തരമായി ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. നമ്മളിവിടെ എത്തിച്ചു തന്ന വൈൽഡ് ഹിൽസ്, ഓഫ് റോഡ് ഇവരോട് അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.